ഹായ് നമസ്കാരം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു കലാരൂപമായിരുന്നു. അതായത് പ്രായമുള്ള അമ്മമാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു കലാരൂപമായിരുന്നു ഈ കുശുമ്പ്, കുന്നായ്മ, കുത്തിത്തിരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരിലേക്കും എത്തിയപ്പോൾ ഈ പറഞ്ഞ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. അതായത് എല്ലാവർക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ. കാരണം മിക്കവരും തന്നെ ഏറെക്കുറെ വിദ്യാഭ്യാസം ഉള്ളവരാണ്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ലാണ്ട് എഴുതും വായന അറിയാത്ത അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ആളുകളേ ഉള്ളൂ. അപ്പോൾ എന്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കും അല്ലേ. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ മാത്രം അല്ലെങ്കിൽ അടുത്ത വീടുകളിലേക്ക് മാത്രമായിരുന്നു മറ്റൊരാളുടെ മറ്റൊരു വീടിലെ കാര്യങ്ങളൊക്കെ എത്തുക. ഒരാളുടെ വായിൽ നിന്നും മറ്റൊരാളുടെ ചെവിയിലേക്കും അവിടെ നിന്നും മറ്റൊരാളുടെ ചെവിയിലേക്കും എത്തി ആ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമായിരുന്നു ആ പ്രശ്നങ്ങൾ നിന്നിരുന്നത്. എന്നാൽ ഇന്നങ്ങനെയല്ല. ഒരു വീട്ടിലെ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയത്തക്ക രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരു ലെവൽ അല്ലേ. ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് നാളായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാൻ സാധിക്കും. ഒരു ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ മരണം. ആ മരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യേനെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ആരും അങ്ങനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും അങ്ങനെ ഒരു വ്യക്തിയെപ്പറ്റി എല്ലാവർക്കും പരിചിതമായ ആ വ്യക്തിയെ. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലതുമാണ് ചീത്തയുമാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതിന് നല്ല വശവുമുണ്ട്, അതുപോലെ തന്നെ മോശം വശവുമുണ്ട്. നമുക്കതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ മോശമായിട്ട് വേണമെങ്കിലും നമുക്കതിനെ ഉപയോഗിക്കാം അല്ലേ. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ മരണം ആ വ്യക്തിയുടെ ഭാര്യ എന്ന് പറയുന്ന ആളെ ഒരുപാട് രീതിയിൽ പോപ്പുലറാക്കിയെങ്കിലും അവർക്ക് കൂടുതലും വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. കാരണം അവരുടെ പ്രായം ആ ഒരു ചെറുപ്പമാണ്, അതുപോലെ തന്നെ കണ്ടാൽ തരക്കേടില്ലാത്ത ഒരു വ്യക്തിയാണ്. സർവോപരി അവരൊരു വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. മറ്റുള്ളവരെ പോലെ ഒരുപാട് കയറി കിടന്ന് റിയാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ മോശമായി സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും എനിക്കവരെ നേരിട്ട് പരിചയമില്ല കേട്ടോ. നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും എൻ്റെ ഒരു സുഹൃത്താണ്. അവർ പറഞ്ഞ് എനിക്ക് കുറച്ചൊക്കെ ഇവരുടെ ചെറുപ്പകാലത്തിലെ കാര്യം അറിയും. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചെറുപ്പത്തിൽ പഠിച്ചതാണ് ഈ ഒരു വ്യക്തി. അവരെ പക്ഷേ എനിക്ക് നേരിട്ടൊന്നും അറിയില്ല. എനിക്ക് പരിചയമുള്ളത് ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് കേട്ടോ. എനിക്ക് പരിചയം, നിങ്ങൾക്ക് പരിചയമുള്ളത് പോലെ തന്നെയാണ് എനിക്കും പരിചയമുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു സാധാരണ ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയ സമയത്ത് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, പ്രത്യേകിച്ചും എല്ലാ സ്ത്രീകൾക്കും വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷനാണല്ലേ. പ്രത്യേകിച്ചും നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് അത് ഇല്ലാണ്ടായി കഴിയുന്ന നിമിഷം മാത്രമാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ മറ്റാര് മരണപ്പെട്ടു പോയാലും നമുക്കില്ലാതായി പോയാലും ഒരു സ്ത്രീ ഇത്രത്തോളം വിമർശനങ്ങൾ നേരിടേണ്ടി വരില്ല. എന്നാൽ സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ മരിക്കും, അതായത് കല്യാണത്തിന് മുമ്പാണെങ്കിൽ അച്ഛൻ മരിച്ചു പോയാൽ ആ ഒരു പെൺകുട്ടി, അവൾക്ക് അമ്മയുണ്ടെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡ് മരിച്ചു പോയാലും അതുപോലെ തന്നെ അവർക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതാവുകയാണ് ശരിക്കും ചെയ്യുന്നത്. അവരെത്ര ബോൾഡായിട്ടുള്ള സ്ത്രീയാണെങ്കിലും അവരൊരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു വ്യക്തി. ഞാൻ പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലാവും അവരാരാണെന്ന്. അപ്പോൾ ഈ ഒരു വ്യക്തി എനിക്ക് തോന്നിയിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സാമ്പത്തികമായിട്ട് ഒട്ടും സ്റ്റേബിൾ ആയിരുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു സമയമായിരുന്നു, ചെറിയ കുട്ടിയുമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടായി ജീവിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഒരു ആക്സിഡൻറ്റിലൂടെ ഹസ്ബൻഡ് ഇല്ലാണ്ടായത്. പിന്നീട് ലൈഫിൽ അവർ ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുന്നത്.
പെട്ടെന്നൊരു നിമിഷം തനിച്ചായി പോയപ്പോഴത്തേക്കിനും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും അല്ലേ? സത്യത്തിൽ ചിന്തിക്കാൻ നിമിഷമൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ടോട്ടലി ബ്ലാങ്ക് ആയി പോകും ലൈഫ്. നമ്മുടെ മനസ്സ് ബ്ലാങ്ക് ആയി പോകും. എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു പക്ഷേ ആ സമയത്തൊന്നും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ആ സ്ത്രീക്ക് ഉണ്ടാവും തോന്നില്ല. അത്രത്തോളം ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ്. അവരുടെ എനിക്ക് തോന്നുന്നില്ല അവരുടെ വിവാഹ ജീവിതത്തിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഒക്കെ ഒരുപാട് അംഗീകരിച്ചിട്ടുണ്ടെന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ തന്നെ അവർ ഒറ്റപ്പെട്ട ഒരു ലെവലിലായിരിക്കണം. വിവാഹശേഷം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു തനിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ അവരോട് ആ സമയത്ത് ഭർത്താവ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ബൈറ്റ് എടുക്കാനായിട്ട് വരികയും ഭർത്താവിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും ചോദിക്കാനും ചാനലുകാർ ഒരുപാട് വരും. തീർച്ചയായിട്ടും അവരോട് എല്ലാവരോടും വളരെ മാന്യമായിട്ട് അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ കണ്ടിട്ടുണ്ട്. വിശദീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ബോൾഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിജീവിയായിട്ടല്ല. കാരണം അവരത്രയ്ക്കും സാധാരണക്കാരിയായ സ്ത്രീയാണ്. അവരുടെ അറിവും വിവരവും വെച്ച് പിന്നെ നാട്ടിൻ പുറത്തുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്തിൻ്റെ രീതികൾ മാത്രമേ അവരുടെ സംസാരത്തിൽ ഇത് വരുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയ ആണ്, അങ്ങനെ സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കണമെന്നൊന്നും പ്രത്യേകിച്ചും അവരുടെ മൈൻഡ് ഔട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ഇനി മുന്നോട്ട് എന്താണെന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ പകച്ച് നിൽക്കുന്ന സമയത്ത് ഭർത്താവിനോട് ഇഷ്ടമുള്ള ആളുകളാണ് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് കഴിവതും പ്ലസൻ്റായിട്ട് തന്നെ അവർ ബിഹേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ഒരു സെൻസേഷണൽ ന്യൂസ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ ആ ഒരു ന്യൂസിൻ്റെ പുറകെ അങ്ങ് പോകും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും അവർ പെട്ടെന്ന് വീണ്ടും ഒറ്റപ്പെടും. ഈ ഒരു ചാനലുകാരൊക്കെ അവരുടെ പുറകെ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ കുറച്ചൊന്ന് എന്താ പറയുക ആ ഒരു കാര്യത്തിൽ സംസാരിച്ച് അവർ കുറച്ചുകൂടി എൻഗേജ്ഡായി നിൽക്കും. അതിന് ശേഷം ഈ ചാനലുകാരും പിന്മാറി വീണ്ടും ഒറ്റപ്പെടുന്ന ആ നിമിഷത്തിൽ അവർ വീണ്ടും അവരുടേതായ ഒരു ലോകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വീണ്ടും പകച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സമയത്ത് ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം സോഷ്യൽ മീഡിയ. കാരണം കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാനൊക്കെ പറ്റാത്ത ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെയും വളർത്തണ്ടേ. അപ്പോൾ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വഴിയും നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ അതിൽ കുറച്ചൊക്കെ എൻഗേജ്ഡ് ആവും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും. അതും ഒരു വലിയ കാര്യമാണല്ലോ. മനസ്സൊന്ന് റിലാക്സ്ഡ് ആയതിന് ശേഷം നമുക്ക് മറ്റേതിനെ പറ്റി ആലോചിക്കാം, ബാക്കി മുന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും അതിന് ശേഷം അവരെ ഒരുപാട് തവണ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിൽ അവരെ കണ്ടിട്ടുണ്ട്, അവരുടെ സാന്നിധ്യം. ആദ്യമൊക്കെ കരഞ്ഞുകൊണ്ടുള്ള റീൽസും വീഡിയോസും ആയിരുന്നെങ്കിൽ, ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നെങ്കിൽ ആ സമയത്തൊക്കെ ഒരുപാട് പോസിറ്റീവ് കമൻസും റിയാക്ഷൻസും ആയിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. കാരണം സാരമില്ല പോട്ടെ, ലൈഫല്ലേ, പിടിച്ചു നിൽക്കണം, കരയരുത്, അങ്ങനെ മോട്ടിവേഷണലായിട്ടുള്ള കമൻറ്റുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ട് അവർക്ക്. പക്ഷേ അതിനുശേഷം ഇത്തരം കമൻറ്റുകളൊക്കെ വായിക്കുക അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ സമയത്ത് അവർക്ക് സത്യത്തിൽ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിട്ടുള്ള, മനസ്സിൽ സന്തോഷമല്ല ഒരു റിലാക്സേഷൻ എന്ന് വെച്ചാൽ അവരുടെ ആ വിഷമത്തിൽ നിന്ന് അവരൊന്ന് പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ആ സമയത്ത് അവർ കൂടുതലും പോസിറ്റീവായി, അവരുടെ മൈൻഡ് പോസിറ്റീവ് ആയപ്പോൾ അതിനനുസരിച്ചുള്ള റീൽസുകൾ വന്നു തുടങ്ങി. ആ റീൽസിലെവിടെയൊക്കെയോ അവരുടെ മുഖത്ത് ചിരി, അവരുടെ കണ്ണുകളിലും മുഖത്തുമൊക്കെ ചിരി, മനസ്സിൻ്റെ ഒരു ശാന്തത പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ നിമിഷം മുതൽ അവർക്ക് നെഗറ്റീവ് കമൻസാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അതാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കുഴപ്പം. അതായത് മറ്റൊരാൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ ഓടിച്ചെല്ലും, എന്നാൽ അവർ ചിരിച്ച് കാണുമ്പോഴത്തേന് ആ ചിരിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റു മോശമായ കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് ചിരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള വളരെ വിചിത്രമായ കണ്ടെത്തലുകൾ നമ്മുടെ ആളുകൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ചിരിയാണ് പ്രശ്നം. അത് നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഒരു വിഷമം വരുന്ന സമയത്ത് ആളുകൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്താറുണ്ട്. ചില സമയത്ത് ഓടിയെത്തുമെന്ന് പറയാനൊന്നും പറ്റില്ല, ആശ്വസിപ്പിക്കാൻ ചിലരെങ്കിലും എത്തും. ആ ആശ്വസിപ്പിക്കുന്ന സമയത്തും അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഗൂഢമായിട്ടൊരു സന്തോഷമായിരിക്കാം, മറ്റൊരാളുടെ കണ്ണീര് കാണുമ്പോൾ ഒരു സന്തോഷം. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊന്ന് ചിരിച്ച് കാണണം. നമ്മൾ ചിരിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം പലരെ അലോസരപ്പെടുത്തും എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ശരിയല്ലേ? ഈ പറഞ്ഞ വ്യക്തിയുടെ കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. അവരുടെ ചിരി, അവരുടെ സന്തോഷം അത് കാണുമ്പോൾ എന്തോ ഒരു അവരെ ഒന്ന് കുത്തി വേദനിപ്പിച്ചാൽ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. അവരൊന്ന് കരഞ്ഞ് കാണുമ്പോൾ ഒരു ആശ്വാസം, കരഞ്ഞിട്ട് വേണം അവരെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിക്കും. അവർ സോഷ്യൽ മീഡിയ സജീവമായ സമയത്ത് പറഞ്ഞു, സോഷ്യൽ മീഡിയ അല്ലാണ്ട് നിങ്ങൾക്ക് വരുമാനത്തിന് വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്, ഭർത്താവിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മരണം വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നു.
അങ്ങനെയും കുറേ ആളുകൾ. എന്നാൽ അതൊക്കെ വിട്ടിട്ട് അവരെന്താണ് ചെയ്യേണ്ടത്? എന്നാൽ അവരുടെ കയ്യിൽ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ കിട്ടിയ കുറച്ച് കാശ് കൊണ്ട് എന്നാൽ മാന്യമായൊരു ജോലി, ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കട നടത്തുക, അല്ലെങ്കിൽ തുണിക്കട നടത്തുക, എല്ലാവരെ കൊണ്ടും പോസിബിളായിട്ടുള്ളൊരു കാര്യമാണോ അതൊക്കെ? ഒരിക്കലും അല്ല. കയ്യിലുള്ള കാശും കൂടെ മുടക്കി ഒരു ബിസിനസ് തുടങ്ങി ബിസിനസ്സിനെ പറ്റിയൊരു മൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പൊട്ടി പാളിഷായി പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കാശും പോവും. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ പറയും മറ്റെവിടെയെങ്കിലും പ്രൈവറ്റായിട്ട് ജോലിക്ക് പോകാൻ ജോലിക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ട്. പ്രൈവറ്റായിട്ട് ഒരു ജോലിക്ക് പോയാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ചെറിയ കുട്ടികളുള്ളപ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് ലീവ് എടുക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ കൊച്ചു കുട്ടികളാകുമ്പോൾ നിരന്തരം ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും അവർ കൂടുതലും ആലോചിക്കുക കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനും, അതുപോലെ ഒരു കുറച്ച് ഫ്രീഡം, നമുക്കും ഫ്രീഡം കിട്ടുന്ന ഒരു ജോലി ആയിരിക്കും അല്ലേ. അപ്പോൾ കൂടുതൽ ആളുകളും പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡ് ആകുമ്പോഴത്തേന് അതുവഴി വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടല്ലേ. അപ്പോൾ അത് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലൂടെ അവർക്ക് കുറച്ച് റിലാക്സേഷനും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. നല്ല നല്ല കമൻറ്റുകൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ സ്ത്രീകളും റീൽസ് ഇടുന്നതും പാട്ട് പാടുന്നതും ചിരിക്കുക ഡാൻസ് കളിക്കുക ഈ ചെയ്യുന്ന ആളുകളെല്ലാവരും തന്നെ ഭയങ്കര സന്തോഷവതികളോ അല്ലെങ്കിൽ വൈറലാവാനോ ചെയ്യുന്നവരായിരിക്കില്ല. അവർ ആ നിമിഷവും പിന്നീട് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ കാണുമ്പോൾ നന്നായിരിക്കുന്നു, ഇനിയും നന്നായിട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ നല്ല വാക്കുകളില്ലേ, അത്തരം കമൻറ്റുകൾ കാണുമ്പോൾ മാത്രം സന്തോഷിക്കുന്ന ഒരു മനസ്സായിരിക്കും ആ സ്ത്രീകളുടെ. ബാക്കി എല്ലാ സമയവും അവർ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ടാവും. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു വഴിയും കൂടിയായിരിക്കാം ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുക എന്നുള്ളത്. അത് പലപ്പോഴും നമുക്ക് അറിയാമെങ്കിലും നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ത്രീയുടെ സിറ്റുവേഷനും. അപ്പോൾ അതിൽ നിന്നും അവർക്ക് കിട്ടുന്ന വരുമാനവും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് മനസ്സിന് റിലാക്സേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ഒരു ജോലിയാണെങ്കിൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയെങ്കിലല്ലേ ആ ജോലി ഒരു മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരാൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് മറ്റൊരാൾ ചെയ്യുന്ന ഒരു ജോലി എനിക്കതിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനെനിക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആൾ ചെയ്യുന്നു വിജയിച്ചു അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരു പക്ഷേ അവർക്ക് അഭിനയം അതുപോലെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലായിരിക്കാം കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിലായിരിക്കാം അവർക്ക് കൂടുതൽ സംതൃപ്തി കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവർ ചീത്ത സ്ത്രീയായി അല്ലെങ്കിൽ മോശമായ ഒരു സ്ത്രീ ആകുന്നില്ല. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓവറായിട്ട് നമ്മൾ കൈ കടത്തുമ്പോൾ ഒരിക്കലും അവരുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലാകാതിരിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ശരിയല്ലേ?